സാർ നമസ്കാരം. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർ ടേക്കർ. അപ്പോൾ രണ്ട് സിനിമകൾ ആവറേജ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, ബാന്ദ്രയും അതുപോലെ തന്നെ തങ്കമണിയും. അപ്പോൾ അതിനുശേഷം കിട്ടിയുള്ള ഒരു സിനിമയാണിത്. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? സിനിമ ദിലീപിൻ്റെ രണ്ട് പടത്തിനേക്കാളും നന്നായിട്ടുണ്ടെന്നുള്ളതാണ് കാണികളുടെ അഭിപ്രായം. പിന്നെ സൂപ്പർ ഹിറ്റ് എന്ന് പറയാനായിട്ട് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. രണ്ട് പടം ഇറങ്ങിയ രണ്ട് പടങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടുണ്ടെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. എങ്ങനെയാണ് ടിക്കറ്റ് നിലവാരങ്ങളൊക്കെ? ടിക്കറ്റ് എങ്ങനെയാണ് ബോക്സ് ഓഫീസിൽ പോകുന്ന ഒരു ചിലവും കാര്യങ്ങളൊക്കെ? ടിക്കറ്റ് ഇന്നലെ മിനിഞ്ഞാന്നാണ് പടം ഇറങ്ങിയത്. മിനിഞ്ഞാന്ന്, ഇന്നലെ, ഇന്നും എല്ലാ ഷോയും ഫുള്ളാണ്. ആവേശം സിനിമ ഇവിടെ കളിക്കുന്നുണ്ടല്ലോ, ഫഹദ് ഫാസിലിൻ്റെ. അപ്പോൾ ആ ഒരു സിനിമ ഇവിടെ കളിക്കുന്നത് കൊണ്ട് രണ്ട് ഷോയാണ് പവി കെയർ ടേക്കർ ഇവിടെ കളിപ്പിക്കുന്നത്, 3 മണിക്കും അതുപോലെ തന്നെ 9 മണിക്കും. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ വന്ന വ്യത്യാസം കൊണ്ടാണോ സിനിമയ്ക്ക് ആളുകൾ കുറവായിട്ട് തോന്നുന്നത്? ടൈമിങ്ങിന്റെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ആവേശം രാവിലെ ഇട്ടപ്പോഴും രാത്രി ഇട്ടപ്പോഴും എല്ലാം ഹൗസ്ഫുള്ളാണ്. ഇന്ന് വരയ്ക്കും ഫുള്ളാണ്. അപ്പം സമയത്തിൻ്റെ ഇതെന്ന് പറയാനായിട്ട് ഇപ്പോൾ 12 മണി 3 മണി എന്ന് പറയുന്നത് സാധാരണ ഒരു സമയം തന്നെയാണ്. നമ്മൾ രാവിലേക്ക് ഇട്ടിട്ടാണ് സമയത്തിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് അതിലില്ല. അപ്പോൾ ആളുകൾ വരാത്തത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ സമയത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ അവിടെ ആൾ വരാത്ത കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അവിടെ ഇപ്പോൾ ഇന്നും ഇപ്പോൾ നൂൺ ഷോ ഫുള്ളാണ്. അപ്പോൾ ആൾ വരാത്ത കുറ്റമില്ല. പിന്നെ പടത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്, രണ്ട് പടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഭേദമാണെന്നുള്ളതാണ് കാണികളുടെ റിപ്പോർട്ട്. സാധാരണ രീതിയിൽ ജോസ് തിയേറ്റർ, മുന്നത്തെ ജോസ് തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ, ദിലീപേട്ടൻ്റെ സിനിമകൾ ഒരുപാട് നിറഞ്ഞോടിയിട്ടുണ്ട്. 100 ദിവസം, 150, 200 ദിവസം വരെ ഓടിയ സിനിമകളുണ്ട്. ആ ഒരു കണ്ടീഷനിൽ ഇന്ന് അതുപോലെ സിനിമകൾ ഓടാൻ ചാൻസ് കുറവാണ്, കാരണം OTTയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. എങ്കിലും കൂടിയിട്ട് ദിലീപിൻ്റെ സിനിമകൾക്ക് ജനപ്രാധാന്യം കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? പ്രാധാന്യം കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം പടങ്ങൾ ചെയ്യാനായിട്ട്. ഇന്ന് പണ്ടത്തെ ലെവലിൽ നമ്മൾ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ യൂത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആവേശം ഇപ്പോഴത്തെ ട്രെൻഡാണ്, പിള്ളേരുടെ ഒരു ട്രെൻഡാണ്. നമുക്ക് വയസ്സായവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പിള്ളേരാണ് ഇപ്പോഴത്തെ പടങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം പടങ്ങളെല്ലാം ദിലീപിൻ്റെ പടങ്ങൾ കളിച്ചിരുന്ന ഒരു തിയേറ്ററാണിത്. അന്നൊക്കെ 100, 150 ദിവസം കളിച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ അടുത്ത് രാമലീല വരെ വന്നു, അത് നല്ല കളക്ഷനോട് കൂടി പോയ ഒരു ചിത്രമാണ്. അപ്പോൾ പടം നന്നായി കഴിഞ്ഞാൽ ആളുണ്ടാവും. പടം കുറച്ചും കൂടിയൊക്കെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഹിറ്റിലേക്ക് തന്നെ വരും. തീർച്ചയായിട്ടും ദിലീപേട്ടന് ഫാമിലി സപ്പോർട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അല്ലേ? അതിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല. ഫാമിലി സപ്പോർട്ട് കുറഞ്ഞു എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആരും അങ്ങനെ ഒരു ഇതിൽ ഇവിടെ വന്നിട്ട് പടം കാണാതിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല. നല്ല പടങ്ങൾ വന്നാൽ ആരായി കഴിഞ്ഞാലും ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 18 മുതൽ നമ്മൾ സിനിമ ഫീൽഡൊക്കെ നശിച്ചു, അല്ലെങ്കിൽ ഇനി അത് ഉടരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് എല്ലാ തിയേറ്ററുകളും, ടൗണിലെ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞ് ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ പടത്തിന് ആളില്ല, അല്ലെങ്കിൽ സിനിമ നശിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നല്ല പടങ്ങൾ വന്നാൽ അതിന് ആളുണ്ട്. ഈ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസം തന്നെ അത്ര നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ റിവ്യൂസുകളും ഈ തിയേറ്റർ റെസ്പോൺസുകളും മറ്റുള്ളതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ സിനിമകൾക്ക് അതെന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പടം ഇറങ്ങുമ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അത് തീർച്ചയായിട്ടും എല്ലാ പടങ്ങൾക്കും ഉണ്ടാവും. എത്രയോ നല്ല പടങ്ങൾ ചില റിവ്യൂസ് കേട്ടിട്ട് വരാതിരുന്നിട്ടുള്ള ചിത്രങ്ങളുണ്ട്. എത്രയോ പടങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടന് മനഃപൂർവ്വം തകർക്കുന്നത് പോലെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ പറയുന്നതായിട്ട് ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുള്ള ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ. ഈ ഒരു സിനിമ, ദിലീപേട്ടൻ്റെ രണ്ട് സിനിമകളും ഒരു ആവറേജ് കിട്ടിയത് കൊണ്ട് ഈ ഒരു സിനിമ അതിൽ നിന്നും ബെറ്റർ ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതാണ് ജനങ്ങൾ ഇവിടെ സിനിമ കാണാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്. മുന്നത്തെ രണ്ട് പടങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഭേദം ഈ പടമാണെന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട്. എങ്ങനെ ഇറങ്ങിയ ദിവസം തൊട്ട് ഈ ഞായറാഴ്ച വരെ എങ്ങനെയായിരുന്നു കളക്ഷനും രീതികളും? ഹൗസ്ഫുള്ള് തന്നെയായിരുന്നു? അതെ അതെ. പിന്നെ നൂൺ ഷോ വരെ ഫുള്ളാണ്, ഹൗസ്ഫുള്ള് തന്നെയാണ്. അപ്പോൾ നല്ല അഭിപ്രായം സിനിമയ്ക്ക് ഉണ്ട്.
ഉണ്ടെന്നുള്ളതാണ് അഭിപ്രായം. അല്ല ഇപ്പൊ ആളുകൾ ഇത്രയും വരില്ലല്ലോ. ഓക്കെ, ഇത്രയും ദിവസം ഓടിയിട്ടുള്ള ഷോകൾ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിയിരിക്കുന്നത്. അതെ, 3 ദിവസമല്ലേ, മിനിഞ്ഞാന്നല്ല പടം ഇറങ്ങിയത്, 2-3 ദിവസം. പിന്നെ നൂൺ ഷോ അടക്കം ഫുള്ളാണ്. അപ്പൊ സിനിമയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. സിനിമ പോരാ, ദിലീപേട്ടൻ പഴയ പോലെ തിരിച്ചു വരുന്നില്ല, അദ്ദേഹത്തിന്റെ ഹാസ്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തർക്കും പടങ്ങളെ കുറിച്ച് ഓരോ ടേസ്റ്റാണ്. ചില മമ്മൂട്ടി പടങ്ങൾ ചിലപ്പോൾ ആവേശം തന്നെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അതിപ്പോൾ എത്രയോ നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ കുറച്ച് ആളുകൾ അതിന് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ആടുജീവിതം ചില ആളുകൾക്ക് ഇഷ്ടാവുന്നില്ല, ആവേശം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ അത് ഒരു പടം എത്ര നല്ല പടം വന്നു കഴിഞ്ഞാലും അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ജനങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് നല്ലൊരു സിനിമ ദിലീപേട്ടൻ്റെ ആയാലും ഏത് നടൻ്റെ ആയാലും തിയേറ്ററിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് ഇന്ന നടന്റെ വരണം എന്നൊന്നുമില്ല, നല്ല പടങ്ങൾ വരണം എന്ന് മാത്രമാണ് നമ്മുടെ ഇതുള്ളത്. എല്ലാ നടന്മാരും എല്ലാ നടികളും നല്ല അഭിനയിച്ച് നല്ല ഫിലിമുകൾ കൊണ്ടുവരണം, ജനങ്ങൾ വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവർക്കും നല്ല സിനിമ കാണണം എന്ന് തന്നെയാണല്ലോ ആഗ്രഹം ഉണ്ടാവുക. അല്ലാതെ ഇപ്പൊ നമ്മള് ചീത്ത സിനിമ അല്ലെങ്കിൽ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരുമല്ല നമ്മളെല്ലാവരും നല്ല പടങ്ങൾ വരണം. അത് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ദിലീപ് ആയാലും പൃഥ്വിരാജ് ആയി കഴിഞ്ഞാലും എല്ലാവരും നല്ല ഫിലിമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഇന്ന ആളുടെ ഫിലിം മാത്രം കാണുള്ളൂ അല്ലെങ്കിൽ ഇന്ന ആളുടെ പടത്തിന് മാത്രം ആളുണ്ടാവുള്ളൂ എന്നുള്ളതൊന്നും ഇല്ല. നല്ല പടം എവിടെയുണ്ടോ ആളുണ്ടാവും. പടം മോശമാണെങ്കിൽ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ദിലീപ് ആയാലും ആളുണ്ടാവില്ല. എത്രയോ പടങ്ങൾ ആളില്ലാതെ പോയിട്ടുണ്ട്, എത്രയോ നല്ല പടങ്ങൾ ആളില്ലാതെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ പവിക്കാർ ടേക്കർ കാണണം എന്നുള്ളത് തന്നെയാണ് സാർ പറയുന്നത് അല്ലേ? അതെ, ഇത്രയും മുതൽ മുടക്കി പടങ്ങൾ പിടിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഒരു മനോവിഷമം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ പടങ്ങളും എല്ലാവരും പിടിക്കുമ്പോൾ ഹിറ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാതെ സ്വയം വിലയിരുത്തുക അല്ലേ സിനിമ കണ്ടിട്ട്? തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. അതെ അതെ, അതാണ് പറയാനുള്ളത്. നല്ലൊരു സിനിമയും കൂടി ഇനി ദിലീപേട്ടന് ഇറങ്ങാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അത് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതുകൊണ്ടൊന്നും ദിലീപേട്ടൻ അവസാനിപ്പിച്ചു, അതുപോലെ തിയേറ്റർ അവസാനിച്ചു എന്ന് പറഞ്ഞത് വീണ്ടും നമ്മൾ സജീവമായി വന്ന് തിരിച്ചെടുത്തു എന്ന പോലെ തന്നെ ദിലീപേട്ടനും അവസാന സിനിമയൊന്നല്ല, ഇനിയും നല്ല സിനിമകൾ പിടിക്കാനും അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററുകൾ ഫുള്ളായിട്ട് ഇനിയും കാണട്ടെ, നിറഞ്ഞു ഒഴുകണം. ഇതേ അവസ്ഥ തന്നെ തിയേറ്ററുകാർക്കും സന്തോഷമാണ്, അതിന് പണം മുടക്കി പടം പിടിക്കുന്നവർക്കും സന്തോഷമാവട്ടെ. ഇന്നത്തെ ഷോകൾ ഇപ്പൊ എന്താ കണ്ടീഷൻ? ഇന്നിപ്പോ പറഞ്ഞില്ലേ നൂൺ ഷോ ഫുള്ളാണ്. ഇനിയിപ്പോ ഫസ്റ്റും ഫുള്ളാവുമെന്ന് വിചാരിക്കുക. ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൈം ആവണുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം.